So we continue the next section in PHP, that are operators in PHP. What are the different operators in PHP? Assignment operator, arithmetic operator, relational operator, logical operator, string operator, and combined operator. These are the different type of operators used in PHP. ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, ജസ്റ്റ് ഒന്ന് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്തിനായിരിക്കും? വാല്യൂസ് അസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈക്വൽ ടു സിമ്പലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. പ്ലസ്, മൈനസ്, സ്റ്റാർ, സ്ലാഷ്, മോഡുലസ്, ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഇത് പെർഫോം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ റിസൾട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് റിലേഷണൽ ഓപ്പറേറ്റർ. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കമ്പയറിംഗ് വാല്യൂസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യണത്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൽ വരുന്നതാണ് ഡബിൾ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് കമ്പയർ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഐദർ ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. ട്രൂ ഓർ ഫോൾസ് വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ യെസ് ഓർ നോ എന്നുള്ളൊരു മീനിങ്, അതാണ് ട്രൂ ഓർ ഫോൾസ് എന്നുള്ള വാല്യൂ നമുക്ക് ജനറേറ്റ് ചെയ്യണത്. ഇതിനടുത്ത ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് മെയിനായിട്ട് നമ്മൾ മൂന്നെണ്ണമാണ് പഠിച്ചത്. ആൻഡ്, ഓർ, നോട്ട്. അത് തന്നെ ആൻഡ് എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ആംപർസൻഡ് എന്നുള്ള സിമ്പിളും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഓർ ഉപയോഗിക്കാം. ഓറിൻ്റെ തന്നെ നമുക്ക് രണ്ട് എക്സ്ക്ലമേറ്ററി മാർക്കായിട്ടും യൂസ് ചെയ്യാം. നോട്ട് ഈക്വൽ ടുവിന് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് എക്സ് ഓർന്നും വേണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും ഇതുപോലെ തന്നെ റിലേഷണൽ എക്സ്പ്രഷൻസിനെ കമ്പൈൻ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോഴേ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐദർ ട്രൂ ഓർ ഫോൾസ് വാല്യൂസ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ഇനി അടുത്ത ഓപ്പറേറ്റർ ആണ് സ്ട്രിംഗ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. സ്ട്രിംഗ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് സ്ട്രിങ്ങിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് സ്ട്രിംഗ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. മെയിൻലി ടു ടൈപ്പ് ഓഫ് സ്ട്രിംഗ് ഓപ്പറേറ്റേഴ്സ് ആണ് ഉള്ളത്. കോൺകാറ്റിനേറ്റിംഗ് ഓപ്പറേറ്ററും കോൺകാറ്റിനേറ്റിംഗ് അസൈൻമെന്റ് ഓപ്പറേറ്ററും. കോൺകാറ്റിനേറ്റിംഗ് ഓപ്പറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോട്ട് മാത്രമേ ഉള്ളൂ. കോൺകാറ്റിനേറ്റിംഗ് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോട്ട് ഈക്വൽ ടു കൂടെ വരും അതിനകത്ത്. ഇനി കോൺകാറ്റിനേറ്റിംഗ് ഓപ്പറേറ്റർ ജോയിൻസ് ദ റൈറ്റ് ആൻഡ് ദ ലെഫ്റ്റ് സ്ട്രിംഗ് ഇൻറ്റു എ സിംഗിൾ സ്ട്രിംഗ്. അതായത് കോൺകാറ്റിനേറ്റിംഗ് ഓപ്പറേറ്റർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്ട്രിങ്സുകളെ തമ്മിൽ കമ്പൈൻ ചെയ്യാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? കോൺകാറ്റിനേറ്റിംഗ് ഓപ്പറേറ്റർ യൂസ് ചെയ്യണത്. കോൺകാറ്റിനേറ്റിംഗ് അസൈൻമെന്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലുള്ള സ്ട്രിങ് ലെഫ്റ്റ് സൈഡിലേക്ക് അസൈൻ ചെയ്യാനായിട്ടാണ് ഡോട്ട് ഈക്വൽ ടു യൂസ് ചെയ്യണത്. ഇവിടെ കൊടുത്തേണ്ടത് സ്ട്രിംഗ് 1 ഡോട്ട് സ്ട്രിംഗ് 2 എന്ന് പറയുമ്പോൾ രണ്ട് സ്ട്രിംഗ് കൂടെ കമ്പൈൻ ചെയ്യും. ഇനി സ്ട്രിംഗ് 1 ഡോട്ട് ഈക്വൽ ടു സ്ട്രിംഗ് 2 എന്ന് പറയുമ്പോൾ സ്ട്രിംഗ് 1ൻ്റെ അങ്ങോട്ടേക്ക് സ്ട്രിംഗ് 2 വരും. അതാണ് കോൺകാറ്റിനേറ്റിംഗ് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഓപ്പറേറ്റർ ആണ് കമ്പൈൻഡ് ഓപ്പറേറ്റേഴ്സ്. കമ്പൈൻഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സിനാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്? കമ്പൈൻഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, സ്റ്റാർ ഈക്വൽ ടു, സ്ലാഷ് ഈക്വൽ ടു, മോഡുലസ് ഈക്വൽ ടു ആൻഡ് ഡോട്ട് ഈക്വൽ ടു എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ്. ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്തിന്? വാല്യൂസ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യണത്? ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ പ്ലസ് പ്ലസ്, മൈനസ് മൈനസ്, പ്ലസ് പ്ലസ് എ, മൈനസ് മൈനസ് എ പ്ലസ് പ്ലസ് ആൻഡ് എ മൈനസ് പ്ലസ്. നമ്മൾ പോസ്റ്റും പ്രിഫിക്സും പഠിച്ചില്ല, അതുപോലെ തന്നെ ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് അതിനകത്ത് നമുക്ക് വീണ്ടും എസ്കേപ്പ് സീക്വൻസുകളൊക്കെ പഠിച്ചായിരുന്നു. എസ്കേപ്പ് സീക്വൻസിൽ സ്ലാഷ് എന്ന് വെച്ചാൽ ന്യൂ ലൈൻ ഡിസ്പ്ലേ ചെയ്യിക്കാൻ, സ്ലാഷ് ആർച്ച് റിട്ടേൺ 0 കൊടുക്കാനായിട്ട്, ഡബിൾ കോഡ്സ് വരുത്തണമെന്നുണ്ടെങ്കിൽ സ്ലാഷ് ഡബിൾ കോഡ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് എസ്കേപ്പ് സീക്വൻസുകളും എന്തിനകത്ത് യൂസ് ചെയ്യാം? PHPക്കകത്ത് യൂസ് ചെയ്യാം. ബിക്കോസ് PHP ഈസ് സിമിലർ ആസ് C++. അപ്പോൾ C++ൻ്റെ എല്ലാ ഫീച്ചേഴ്സും എന്തിനകത്ത് വരും? PHPക്കകത്തും വരും. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺട്രോൾ ഇത് ഞാനിപ്പോൾ പറയുന്നത് നമ്മൾ ഇതെല്ലാം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ സാധനങ്ങളാണ്. ഇനി അടുത്ത കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഇൻ PHP ആണ്. PHPയുടെ കൺട്രോൾ സ്ട്രക്ചേഴ്സിനെ നമ്മൾ മെയിൻലി 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റും ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സും. സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എന്തൊക്കെ ഉപയോഗിക്കാം? ഇഫ് എൽസ്, എൽസ് ഇഫ്, നെസ്റ്റഡ് ഇഫ്, അതുപോലെ തന്നെ സ്വിച്ച്, ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സുകൾ യൂസ് ചെയ്യാം. ഇതിൻ്റെയൊക്കെ സിൻറ്റാക്സ് ഒക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണില്ല.
ഇനി അടുത്ത ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിന് തന്നെ പറയുന്ന വേറൊരു പേരാണ് ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്നും പറയും. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു മെയിൻലി 3 types: while loop, do while loop and for loop. These are the iteration statements. So it is repeating the statements until the condition is false. False ആവണത് വരെ ഇത് പ്രോസസ്സർ റിപ്പീറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് ഐട്രേഷൻ അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിന് മെയിൻ ആയിട്ട് 4 കമ്പോണൻസ് ഉണ്ടായിരിക്കും. ഏതൊക്കെ? ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേഷൻ ആൻഡ് സ്റ്റേറ്റ്മെന്റ്സ്. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കും. ഇനി അടുത്തത് അറേസ് ഇൻ PHP. PHPയിലുള്ള അറേസിനെ മെയിൻ ആയിട്ട് 3 ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻഡെക്സ്ഡ് അറേ ഉണ്ട്, അസോസിയേറ്റീവ് അറേ ഉണ്ട്, മൾട്ടി ഡയമെൻഷണൽ അറേ ഉണ്ട്. So the arrays in PHP can be classified into 3 types: indexed array, associative array and multi-dimensional array. അത് നമ്മൾ പറയാൻ പോകുന്നത് ഇൻഡെക്സ്ഡ് അറേ എന്താണെന്നാണ്. ഇൻഡെക്സ്ഡ് അറേ എന്ന് വെച്ചാൽ നമ്മൾ സാധാ പഠിച്ച അറേനെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഇൻഡെക്സ്ഡ് അറേ എന്ന് പറയുന്നത്. അറേസ് വിത്ത് ന്യൂമറിക് ഇൻഡെക്സ് ആർ കോൾഡ് ഇൻഡെക്സ് അറേ. അപ്പോൾ നമ്മൾ A(0) ഒരു വാല്യൂ, A(1) അടുത്ത വാല്യൂ അങ്ങനെ പറയൂലേ, അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്തെന്നാണ് ഇൻഡെക്സ്ഡ് അറേ എന്ന് പറയുന്നത്. ദേ ആർ ഓൾമോസ്റ്റ് സിമിലർ ടു അറേസ് ഇൻ C++. ദേ യൂസ് നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ആസ് കീസ്. അതായത് ഇപ്പം നോക്കിയേ, ഇവിടെ നമ്മൾ ഏത് വേരിയബിൾ കൊടുത്തു കഴിഞ്ഞാലും ഡോളർ സിമ്പിൾ ഉപയോഗിച്ചു. അപ്പോൾ ഇപ്പോൾ $A എന്ന് എഴുതിയിട്ട് അറേയിൽ ബ്രാക്കറ്റിൽ വാല്യൂസ് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ $A എന്ന് എഴുതിയിട്ട് നമുക്ക് സൈസ് പറയാം, എന്നിട്ട് ഓരോ വാല്യൂസ് പറയാം. ഓക്കെ, $regist number equal to അറേ എന്നും കൂടെ നമ്മൾ ഉപയോഗിക്കണം. എന്നിട്ട് അറേക്കുള്ളിൽ 3 വാല്യൂസ് കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിക്കും? രജിസ്റ്റർ നമ്പർ ഓഫ് 0യ്ക്കകത്ത് എന്ത് വരും? 67. സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് എപ്പോഴും അറേയുടെ എത്രയാണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ അറേ എന്നുള്ള കീവേഡ് ഉപയോഗിച്ചിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ വാല്യൂസ് നമ്മൾ സ്പെസിഫൈ ചെയ്യാം. മറ്റേത് നമ്മൾ ചുമ്മാ വാല്യൂസ് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ വേരിയബിൾ ഡിക്ലറേഷനും കഴിഞ്ഞ് വേരിയബിൾ ഉപയോഗിച്ചതിന് ശേഷം ഈക്വൽ ടു അറേ പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ വേണം വാല്യൂസ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അറേ ഓഫ് രജിസ്റ്റർ നമ്പർ ഓഫ് 0യ്ക്ക് 679867, ലൊക്കേഷൻ 1-നകത്തേക്ക് 658367, 2-നകത്തേക്ക് 673590 വരും. ഇനി വീണ്ടും അടുത്ത് നോക്കി കളേഴ്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ. അപ്പോൾ കളേഴ്സ് ഓഫ് 0യ്ക്കകത്ത് എന്ത് വരും? റെഡ്, 1-നകത്തേക്ക് ബ്രൗൺ ആൻഡ് 2-കകത്തേക്ക് യെല്ലോ. ഒൺലി വാല്യൂസ് മാത്രമേ നമ്മൾ ബ്രാക്കറ്റിൽ പാസ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള അറേസിനെയാണ് ഇൻഡെക്സ്ഡ് അറേ എന്ന് പറയുന്നത്. ഇനി അടുത്ത അസോസിയേറ്റീവ് അറേയാണ്. അസോസിയേറ്റീവ് അറേ എന്ന് പറയുമ്പോൾ നമ്മൾ ആ കീ പറഞ്ഞിട്ട് 1-ന് കിട്ടേണ്ട വാല്യൂ, ഇപ്പോൾ 0th ലൊക്കേഷനിലേക്കുള്ള വാല്യൂ റെഡ് ആണെങ്കിൽ റെഡ്, 2th അതിൻ്റെ ഒപ്പം കീയും അതിൻ്റെ വാല്യൂയും ഒരുമിച്ച് പറയുന്നതാണ് എന്താണ് അസോസിയേറ്റീവ് അറേ എന്ന് പറയുന്നത്. അറേ വിത്ത് നെയിംഡ് കീസ് ആർ കോൾഡ് അസോസിയേറ്റീവ് അറേസ്. Associative arrays are very similar to numeric arrays in terms of functionality, but they are different in terms of their index. ഇൻഡെക്സിന് ഇതിൽ മാത്രമേ അവിടെ മാറ്റം വരുന്നുള്ളൂ. ഇൻഡെക്സ് പറഞ്ഞിട്ട് നമുക്ക് വാല്യൂസ് അതിനകത്ത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനത്തെ ഉള്ള അറേസിനെയാണ് അസോസിയേറ്റീവ് അറേസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഫംഗ്ഷൻസ് ഇൻ PHP ആണ്. സാധാരണ എല്ലാത്തിലും പഠിച്ചേക്കണ പോലെ തന്നെ ഫംഗ്ഷൻസിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസും ഉണ്ട്, ബിൽഡ് ഇൻ ഫംഗ്ഷൻസും ഉണ്ട്. യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ യൂസേഴ്സ് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് എന്തെന്ന് പറയുന്നത് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തു, എന്നിട്ടാണ് ഫംഗ്ഷൻ്റെ പേര് പറഞ്ഞത്, ദെൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എഴുതി കൊടുത്തു. അതുപോലെ തന്നെ ഇതിനകത്തും നമുക്ക് എങ്ങനെ എഴുതി കൊടുക്കാം? ഫംഗ്ഷൻ എന്നുള്ള കീവേഡ്, ഫംഗ്ഷൻ്റെ പേര്, കർലി ബ്രാക്കറ്റിൽ, ദെൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതി കൊടുക്കാം. അപ്പോൾ PHP എഴുതുക, ഫംഗ്ഷൻ്റെ പേര് എഴുതുക, കർലി ബ്രാക്കറ്റിൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക, ക്ലോസ് ചെയ്യുക, PHP ക്ലോസ് ചെയ്യുക. ഇതാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. ഇനി അടുത്തത് ബിൽഡ് ഇൻ ഫംഗ്ഷൻസ് ആണ്. മെയിൻലി 2 ടൈപ്പ് ഓഫ് ബിൽഡ് ഇൻ ഫംഗ്ഷൻസ് ആണ് PHPയിലുള്ളത്, ഡേറ്റ് ഫംഗ്ഷനും സ്ട്രിംഗ് ഫംഗ്ഷനും. ഡേറ്റ് ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ PHPയിൽ ഡേറ്റ് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യണത്? ഡേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ സിൻറ്റാക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡേറ്റ്, ഫോർമാറ്റ്, ടൈം സ്റ്റാമ്പ്. അതായത് എങ്ങനെയാണ് വേണ്ടതെന്നുള്ള ഫോർമാറ്റ്, ഡേ, മന്ത്, ഇയർ വേണോ, മന്ത്, ഡേ, ഇയർ, അങ്ങനെ ഏത് ഫോർമാറ്റിൽ വേണമെന്നാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതാണ് ഡേറ്റ് ഫംഗ്ഷൻ. അടുത്തത് സ്ട്രിംഗ് ഫംഗ്ഷൻ ആണ്. സ്ട്രിംഗ് ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ സ്ട്രിങ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് സ്ട്രിംഗ് ഫംഗ്ഷൻ. സ്ട്രിംഗ് ഫംഗ്ഷനിൽ വന്നതാണ് CHR ഫംഗ്ഷൻ, strlen, strpos, strcmp. CHR എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടറിൻ്റെ കറസ്പോണ്ടിങ് ആസ്കി വാല്യൂ സ്പെസിഫൈ ചെയ്യാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? CHR. അതായത് CHR ഓഫ് 65 എന്ന് പറഞ്ഞാൽ 65ൻ്റെ കറസ്പോണ്ടിങ് ക്യാരക്ടർ, 65 എന്ന് പറഞ്ഞാൽ ആസ്കി വാല്യൂ ആണ്, ആസ്കി വാല്യൂൻ്റെ കറസ്പോണ്ടിങ് ക്യാരക്ടർ ആയിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്ത് തന്നത്. ഇനി strlen എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനായിരിക്കും? ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്ങിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? strlen ഫംഗ്ഷൻ യൂസ് ചെയ്യണത്.
അടുത്ത str.pos ആണ്. pos എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പൊസിഷൻ റിട്ടേൺ ചെയ്യാൻ വേണ്ടി ഒരു സ്ട്രിങ്ങിൽ നിന്ന് പൊസിഷൻ ഇന്നാമത്തെ ക്യാരക്ടറിലെ പൊസിഷനിലുള്ള ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യിക്കാനായിട്ടാണ് പൊസിഷൻ ഡിസ്പ്ലേ ചെയ്യിക്കാനായിട്ടാണ് str.pos യൂസ് ചെയ്യണത്. strcmp എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്ട്രിങ്സുകളെ കമ്പയർ ചെയ്യാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, strcmp യൂസ് ചെയ്യണത്. ഇനി അടുത്ത ലാസ്റ്റ് സെക്ഷൻ ആണ് ഇതിനകത്ത് PHP എന്ന് പറഞ്ഞ ഒരു തരം 3 ടയർ ആർക്കിടെക്ചർ ആണെന്നാണ് പറയുന്നത്. 3 ടയർ എന്ന് പറഞ്ഞാൽ ഈ ബ്രൗസർ ഒരു ആർക്കിടെക്ചർ, സെർവർ ഒരു ആർക്കിടെക്ചർ, ഡാറ്റാബേസ്, അപ്പോൾ 3 കമ്പോണൻസ് ചേർന്നതാണ് എന്തെന്നാണ് ഒരു PHPയുടെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. 3 ടയർ ആർക്കിടെക്ചർ is a client server architecture in which the functionalities like user interface, application program, data storage, etc. are separated into layers. Layers are also called, ഈ ലെയേഴ്സിനെയാണ് നമ്മൾ എന്താണ് ടയേഴ്സ് എന്ന് പറയുന്നത്. Even though all these tires can be in a single machine, usually different tires are located in physically separated computers. അതായത് ഇപ്പോൾ ടയർ 1 നോക്കിയാൽ ടയർ 2, ടയർ 3. ടയർ 1 എന്താണെന്ന് വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടേഴ്സിലേക്ക് കൊടുക്കണം. നമ്മൾ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാമിംഗ് ചെയ്യണതിനെയാണ് ടയർ 1 ഉദ്ദേശിക്കുന്നത്, അതായത് ക്ലയൻറ്റ്. ഇപ്പോൾ യൂസർ കമ്പ്യൂട്ടറായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന രീതിയാണ് എന്തെന്നാണ് ക്ലയൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്ത സാധനം എവിടെ പോയി നോക്കും, സെർവറിൽ പോയി സ്റ്റോർ ചെയ്യും. അതാണ് ടയർ 2 എന്ന് പറയുന്നത്. സെർവറിൽ പോയിട്ട് അവിടെ പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ സ്റ്റോറേജും അതിൻ്റെ കാൽക്കുലേഷനും ഒക്കെ നടന്നതിന് ശേഷം അത് എവിടെ പോയി സ്റ്റോർ ചെയ്യുമ്പോൾ ഒരു ഡാറ്റാ ബേസിൽ പോയി സ്റ്റോർ ചെയ്യും. ഈ ഡാറ്റാ ബേസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ SQL കമാൻഡ്സുകൾ കൊടുത്തിട്ടാണ് ഡാറ്റാ ബേസിൽ സ്റ്റോറേജും മാനിപ്പുലേഷനും ഒക്കെ നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് മൂന്നും കൂടെ ചേർന്നതാണ് എന്തെന്ന് ഒരു PHPയുടെ ആർക്കിടെക്ചറിന് ഉദ്ദേശിക്കുന്നത്. ഇനി ലാസ്റ്റ് ഒരു സെക്ഷൻ ഉണ്ട് ഗെറ്റ്. ബാക്കി നിങ്ങൾ ടെക്സ്റ്റിൽ കുറയേണ്ട, അതൊന്നും ആവശ്യമില്ല. നമുക്ക് പിന്നെ ഇതിനകത്ത് തന്നെ ഒരു ഇതാണ്, ഇതിനകത്ത് മെത്തേഡുകളെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഗെറ്റും പോസ്റ്റും. ആ മെത്തേഡ്സുകൾ തമ്മിലുള്ള കമ്പാരിസൺ എക്സാമിന് ചോദിക്കാറുണ്ട്. ഗെറ്റ് മെത്തേഡും പോസ്റ്റ് മെത്തേഡും എന്താണ്? Get എന്ന് വെച്ച് കഴിഞ്ഞാൽ the data remains visible in the address bar since the content are passed as a part of URL. URLന്റെ ഭാഗമായിട്ട് വന്ന കണ്ടന്റ്സിനെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഗെറ്റ് യൂസ് ചെയ്യുന്നത്. ഇവിടെ പോസ്റ്റിനകത്ത് നമുക്ക് ഡാറ്റ നോട്ട് വിസിബിൾ ആയിരിക്കും. ഡാറ്റ ഈസ് നോട്ട് വിസിബിൾ ആസ് ദ കണ്ടന്റ് ആർ പാസ് സ്ക്രിപ്റ്റ് ഇൻ ദ ഇൻപുട്ട് ഫയൽ. മറ്റൊരു ഡാറ്റ അഡ്രസ് ബാറിൽ വിസിബിൾ ആയിരിക്കും, ഇവിടെ വിസിബിൾ ആയിരിക്കില്ല. പേജ് ലിങ്ക് ക്യാൻ ബി ബുക്ക് മാർക്ക്. നമുക്ക് ഇതിനകത്ത് ഗെറ്റ് ഉപയോഗിക്കുമ്പോൾ പേജിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ബുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും, ഇവിടെ ബുക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഡാറ്റ ഈസ് സബ്മിറ്റഡ് ആസ് എ പാർട്ട് ഓഫ്. ഇവിടെ ഡാറ്റ എങ്ങനെയാണ് അഡ്രസ് ബാറിൽ വരുന്ന പറയുമ്പോൾ URL ആയിട്ടായിരിക്കും അവിടെ കിടക്കുന്നത്. അവിടെ കിടക്കുന്നത് ഒരു HTTPയിലേക്ക് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്ന പോലെ ആയിരിക്കും കിടക്കുന്നത്. ഇനി അതുപോലെ ഗെറ്റിനകത്ത് നമുക്ക് ഏകദേശം 2000 ക്യാരക്ടേഴ്സ് വരെ സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം പോസ്റ്റിനകത്ത് നമുക്ക് ലിമിറ്റിൽ എന്തോരം ക്യാരക്ടേഴ്സ് വേണമെങ്കിലും സെൻഡ് ചെയ്യാൻ പറ്റും. ഡാറ്റ സെൻഡിങ് ഈസ് ഫാസ്റ്റ് ബട്ട് നോട്ട് സെക്യൂർ. ഗെറ്റിൽ ഡാറ്റ സെൻഡ് ചെയ്യുന്നത് ഫാസ്റ്റ് ആണെങ്കിലും പക്ഷെ അതിന് എന്തുണ്ടാവില്ല, ഒരു സെക്യൂരിറ്റി ഉണ്ടാവില്ല. അതേസമയം പോസ്റ്റിനകത്ത് ഡാറ്റ സെൻഡിങ് സെക്യൂർ ബട്ട് സ്ലോ ആസ് കമ്പയർ ടു ഗെറ്റ്. ഗെറ്റിനെക്കാട്ടും സ്ലോ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് PHPയുടെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഇപ്പോൾ സെക്കൻഡ് സെക്ഷനിൽ നമ്മൾ പറഞ്ഞത് കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, അതുപോലെ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, പിന്നെ ഫങ്ഷൻസ് ഇൻ ജാവാസ്ക്രിപ്റ്റ് പറഞ്ഞു. ആ ഫങ്ഷൻസിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസും ഉണ്ട്, ബിൽഡ് ഇൻ ഫങ്ഷൻസും ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു 3 ടയർ ആർക്കിടെക്ചർ ഫോളോ ചെയ്യുന്നതാണ് PHP എന്ന് പറഞ്ഞു. അതായത് ഒരു ക്ലയൻറ്റ് ഉണ്ടായിരിക്കും, ഒരു സെർവർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു ഡാറ്റാബേസും കൂടെ ഉണ്ടായിരിക്കും. പിന്നെ പറഞ്ഞത് ഗെറ്റും പോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. സോ ഇത്രയാണ് PHP എന്ന് പറഞ്ഞ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ വായിച്ചു നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ദെൻ ഇതോടെ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ പോർഷൻസ് ഫുൾ കംപ്ലീറ്റ് ആയി. സോ മൺഡേ ഈ ക്ലാസ് കഴിഞ്ഞ് ഈവനിങ്ങിൽ ഗൂഗിൾ മീറ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.